പതിവിലും ഇരുട്ട് കൂടിയ ഒരു രാത്രിയായിരുന്നു അത്. ടൊളന്റീനോയിലെ വിശുദ്ധ നിക്കോളാസ് ഉറക്കത്തിലായിരുന്നു. പെട്ടെന്നാണ് തന്നെ ആരോ വിളിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നിയത്. വിശുദ്ധ നിക്കോളാസ് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ചുറ്റും നോക്കിയപ്പോൾ കണ്ടത് തന്റെ സുഹൃത്തു കൂടിയായ ഒരു സഹസന്യാസിയായിരുന്നു. അതിലേറെ അതിശയം ആ സന്യാസി മരിച്ചുപോയ വ്യക്തിയായിരുന്നു എന്നതായിരുന്നു. തുടർന്ന് ആ സന്യാസി പറഞ്ഞത് കേട്ടാണ് വിശുദ്ധ നിക്കോളാസ് അതിലേറെ അത്ഭുതപ്പെട്ടത്. സന്യാസിയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ഞാനിപ്പോൾ ശുദ്ധീകരണ സ്ഥലത്താണ്. എൻ്റെ ആത്മാവിൻ്റെ മോചനത്തിനു വേണ്ടി താങ്കൾ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കണം. എനിക്ക് മാത്രമല്ല, ശുദ്ധീകരണ സ്ഥലത്തെ മറ്റ് ആത്മാക്കൾക്ക് വേണ്ടിയും. അത്രയും പറഞ്ഞതിനു ശേഷം ആ ആത്മാവ് അപ്രത്യക്ഷനായി. താൻ കണ്ടത് സത്യമോ അതോ സ്വപ്നമോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു വിശുദ്ധ നിക്കോളാസ്. അതെന്തായാലും നിക്കോളാസ് തുടർന്നുള്ള 7 ദിവസം മരിച്ചുപോയ ശുദ്ധീകരണ സ്ഥലത്തുള്ള സന്യാസിക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിശയമെന്ന് പറയട്ടെ, 7-ാം ദിവസം ആ സന്യാസിയുടെ ആത്മാവ് വീണ്ടും വിശുദ്ധ നിക്കോളാസിന് പ്രത്യക്ഷപ്പെട്ടു. താങ്കളോട് നന്ദി പറയാനാണ് ഞാൻ വന്നത്. താങ്കളുടെ പ്രാർത്ഥനകളുടെയും പരിശുദ്ധ കുർബാനയുടെയും ഫലമായി ഞാനിപ്പോൾ ദൈവത്തോടൊത്തായിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, മറ്റു നിരവധി ആത്മാക്കളും ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിതരായിരിക്കുകയാണ്. നന്ദി. പിന്നെ ഒരിക്കലും ആ ആത്മാവ് വിശുദ്ധ നിക്കോളാസിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായിട്ടില്ല.